അസ്സലാമലൈക്കും. എന്തായി എല്ലാവർക്കും സുഖന്നല്ലേ? പെരിങ്ങടി ബീച്ചിലത്തെ അവസ്ഥ കേട്ടിട്ടാകുമ്പോൾ നല്ലോണം ബേജാറായിപ്പോയി. അടുത്ത നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. ഇതല്ലെങ്കിൽ അവിടെ ജിയോ ബാഗ് ഫുള്ള് സൈഡ് കെട്ടിണ്ടായി. ഈ വെള്ളം വന്നിട്ടായിട്ട് ഫുള്ള് ആ ജിയോ ബാഗ് പോയി വെള്ളമെല്ലാം കയറി മുകളിൽ കയറിയിട്ടാകുമ്പോൾ റോഡ് ഉണ്ടായി. റോഡെല്ലാം വെടുക്കായിട്ട് പോയിന്. റോഡെല്ലാം കണ്ടായിട്ട് പോയിന് ഫുള്ള്. അവിടെ കറണ്ടിൻ്റെ പോസ്റ്റ് എല്ലാം ഉണ്ടായിന്. കറണ്ടിൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ സൈഡിൽ ഫുള്ള് കറണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ടായി. ഓരോ ദിവസം ആകുമ്പോൾ കറണ്ടിൻ്റെ പോസ്റ്റ് എല്ലാം മാറിയിട്ട് അടയിലെല്ലാം വീണിട്ടായിട്ട് കറണ്ട് പോസ്റ്റ് പോകുന്നു. കറണ്ട് വയർ കട്ടാന്ന്. കറണ്ട് ഇല്ലാത്ത നാട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അതുപോലെ വരാൻ പോവാൻ റോഡും ഇല്ല. ആ കടൽ ഷോപ്പുള്ള സ്ഥലത്തിലേക്ക് ഈ ജിയോ ബാഗ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ആകെ 6 മാസം എന്തോ ഉണ്ടായിനാട്. ഈ ഫസ്റ്റ് ഒരു മഴ വന്നിട്ടാകുമ്പോൾ ആ വെള്ളത്തിൽ ഫുള്ള് അങ്ങോട്ടേക്ക് പോയി ജിയോ ബാഗ്. ഒരു കാര്യമില്ലാണ്ട് 1.5 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ആ ജിയോ ബാഗ് കിട്ടിയത്. ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. അതുപോലെ അവിടത്തേക്ക് വേണ്ടിയതല്ലെങ്കിൽ നമ്മൾ ഈ കരങ്ങളിട്ട് ജാലിട്ട് അങ്ങനത്തെ സ്ട്രോങ് ഉള്ള ഒരു സംവിധാനം ആട് വേണ്ടത്. നമ്മുടെ നാട്ടിലത്തെ MLA ആയ AK അഷ്റഫ് സാറും അതുപോലെ നമ്മളെ MP രാജ് മോഹൻ ഉണ്ണിത്താൻ സാർ, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ നാട്ടിലെ വേണ്ടിയിട്ട് സഹായിക്കണം. അതുപോലെ നല്ലവരായ നാട്ടുകാരോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസിലിടാം. ഈ നാട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് എടുക്കുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും പോകണം.